ഞാനൊരു വലിയ ഐസൊലേഷൻ ചേമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത 100 ദിവസത്തേക്ക് തമ്മിലറിയാത്ത ഈ രണ്ട് സ്ട്രേഞ്ചേഴ്സ് ഒരുമിച്ച് നിന്ന് സർവൈവ് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. ശരിക്കും ഇവർ തമ്മിൽ ഇതുവരെ കണ്ടിട്ടേയില്ല. ബെയ്ലി, ഇതാണ് സൂസി. അടുത്ത 100 ദിവസം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ സർവൈവ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ വോൾട്ടിന്റെ അകത്തുള്ള $500,000 നിങ്ങൾക്കുള്ളതാണ്. പക്ഷേ 100 ദിവസത്തിന്റെ ഇടയ്ക്ക് നിങ്ങളിൽ ഒരാളെങ്കിലും പിന്മാറിയാൽ ആർക്കും ഒരു പൈസ പോലും കിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും റൂൾസ് മനസ്സിലായല്ലോ. എന്നാ പൊളിക്കും. ഇത് അടിപൊളിയായിരിക്കും. ഞങ്ങൾ അവിടെ വെച്ച് സാധനങ്ങൾ നോക്കുകയാണ്. അവരിപ്പോ 100 ദിവസത്തേക്ക് ആവശ്യമായ ഭക്ഷണം ഞങ്ങളുടെ വെച്ചിട്ടുണ്ട്, ഹെൽത്തി ആയിട്ടുള്ളത്. പക്ഷേ ഒരേ തരത്തിലുള്ള ഭക്ഷണമാണ് മുഴുവനും. അത് മാത്രമല്ല, ഷവറുള്ള ഒരു ബാത്റൂം കൂടി അവിടെയുണ്ട്. ആ ബാത്റൂമിനകത്ത് ക്യാമറ വെച്ചിട്ടില്ല. പിന്നെ കിടക്കാനുള്ള ഒരു ബെഡ് ഉണ്ട്. 100 ദിവസം സർവൈവ് ചെയ്യാനുള്ള എല്ലാം അവിടെയുണ്ട്. അവർക്കത് പറ്റുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ജീവിതത്തിൽ ഞാൻ മുടി ചെയ്തിട്ടില്ല. അവർ രണ്ടുപേരും റൂമിൽ 2 വശത്ത് ഇരിക്കുന്നത് കണ്ടില്ലേ? കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അവരുടെ രണ്ടുപേരുടെയും കണ്ണിലെ കെട്ടഴിച്ചപ്പോഴാണ് തമ്മിൽ അവർ ആദ്യമായിട്ട് കാണുന്നത്. ഇത് നല്ല രസമുള്ള ഒരു അനുഭവമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല രസമായിരിക്കില്ലേ ഇത്? 100 കൊടുക്കുന്ന കാര്യമില്ല. അത് കഴിഞ്ഞ് ലോകം പഴയ പോലെയാകും. ശരിക്കും അതാണ് എന്റെ പേടി. സത്യത്തിൽ ഈ എക്സ്പെരിമെന്റിലെ ഏറ്റവും രസകരമായ കാര്യം ആ റൂമിനകത്തിരുന്നാൽ പുറത്ത് രാത്രിയാണോ രാവിലെയാണോ എന്നൊന്നും മനസ്സിലാവില്ല എന്നതാണ്. ഒരു രാത്രി കഴിഞ്ഞു, പക്ഷേ സൂസി ബെയ്ലിയും ആകെ 2 മണിക്കൂർ മാത്രമാണ് ഉറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ 2ാമത്തെ ദിവസം അവർ തുടങ്ങിയത് പുലർച്ചെ 2:37-നാണ്. ഇത് പുതിയ ശീലങ്ങളെ കണ്ട് മുന്നോട്ട് പോകാൻ പോകുവാണ്. ചിക്കൻ മതി. നിങ്ങൾ കാണുന്നത് പോലെ ഒരു വെള്ളപ്പെട്ടിക്കകത്ത് ജീവിക്കുന്നത് നല്ല ബോർ പരിപാടിയാണ്. ഒരേ സാധനം പിന്നെയും പിന്നെയും കഴിക്കുന്നത്. അവിടെ ചെയ്യാൻ ആകെയുള്ളത് കട്ടിയുള്ള ആ വെളിച്ചത്തിൽ നിന്ന് ഒളിക്കുക എന്നത് മാത്രമാണ്. ബോറടിക്കാതിരിക്കാൻ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. 4ാമത്തെ ദിവസം അവർ തങ്ങളുടെ കയ്യിലെ പുസ്തകത്തിലെ പേപ്പർ മുറിച്ചെടുത്ത് ഒരു കെട്ട് ചീട്ടുണ്ടാക്കി. അവൻ ഉണ്ടാക്കുന്നത് ചീട്ടാണോ? ഓക്കെ, ഞാനൊരു ഡെക്കാർഡ് ഉണ്ടാക്കി കഴിഞ്ഞു. വലിയ മോശമൊന്നുമല്ല. അത് രസമുള്ള പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ $30,000 ഒരു സീറ്റ് ഉണ്ടാക്കി അവരുടെ കൂടെ കൂടി. 5ാമത്തെ ദിവസം അവർ ഒരു സയൻസ് ഷീറ്റ് ഉണ്ടാക്കി. അതൊരു നല്ല അളവായിരുന്നു. ഇതെന്താ? ഞങ്ങളുടെ സയൻസ് ഷീറ്റിൽ ഒന്ന് ഒപ്പിടണം. ഓ, ഇത് ക്യാമറക്കാരല്ലേ? അതെ, ഇവിടെ വന്ന ആൾക്കാരുടെ പേരുകളാണ്. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ദിവസവും സമയവും അറിയാൻ വേണ്ടിയല്ലേ ചെയ്യുന്നത്? ഒരു മിനിറ്റ്, ഒന്ന് നിൽക്കുക. അതെ, ഞാനിത് എടുക്കുന്നുണ്ടേ. എന്തായാലും കൊള്ളാം, പറയാതെ വയ്യ. ഇതൊരു സ്മാർട്ടായ മൂവ് തന്നെയാണ്. പക്ഷേ 7ാമത്തെ ദിവസമായപ്പോഴേക്കും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കി മാറ്റി. പോയി അവൻ അവിടെ നിന്ന് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. 5 കൂടി, പക്ഷേ എനിക്ക് ഒരെണ്ണം മതി. നമുക്ക് പോകാം ബേബി. ചാലഞ്ചിന്റെ 9ാമത്തെ ദിവസമായപ്പോഴേക്കും തന്നെ കംപ്ലീറ്റ്ലി ബോർ അടിച്ചിട്ട് അവർ ചുവന്ന വരയുടെ അടുത്ത് വരെ എത്തി. അതെങ്ങാനും കടന്നു പോയിരുന്നുവെങ്കിൽ സമ്മാന തുകയുടെ മൊത്തം പൈസയും അവർക്ക് നഷ്ടപ്പെട്ടേ. ഇന്നിത് 10ാമത്തെ ദിവസമാണ്. എന്തൊക്കെയാണുള്ള വിശേഷം? എന്റെ അടുത്തിപ്പോൾ നല്ലൊരു ഓഫർ ഉണ്ട്. അവരുടെ $50,000 നേർ പകുതിയാക്കി 250 വീതം ഓരോ സൈഡിൽ വച്ചിരിക്കുകയാണ് അവർ. എന്താണ് നഷ്ടപ്പെടാനുള്ളതെന്ന് സ്വയം ഓർമ്മിപ്പിക്കാൻ. ഈ ഡോർ തുറക്കുന്നത് കുറച്ച് നാടകീയമാണല്ലേ? എന്താ അവസ്ഥ? ഈ ചാലഞ്ചിന്റെ ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം റിവീൽ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഈ വാളിലേക്ക് നോക്കി. ഇതിന്റെ പുറകിൽ ഒരു ഡോർ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. റെഡിയായി കഴിഞ്ഞു. 10 ദിവസത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഇവർ പുറം ലോകം കാണുന്നത്. അതെ, ഓരോ 10 ദിവസം കൂടുമ്പോഴും ഈ ചാലഞ്ച് എളുപ്പമാക്കുന്ന എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരും. പക്ഷേ അത് കിട്ടണമെങ്കിൽ നിങ്ങളുടെ സമ്മാന തുകയിൽ നിന്ന് ചെറിയൊരു പൈസ തന്നു മേടിക്കേണ്ടി വരും. അതിൽ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് ഒരു നല്ല ഷെഫിനെയാണ്. $50,000 ഇപ്പോൾ മുതൽ ഈ ചലഞ്ചിന്റെ അവസാനം വരെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഉത്തരം പറയുന്നതിന് മുൻപ് ചെറിയൊരു തുക തന്നാൽ ഇപ്പൊ നല്ലൊരു ഭക്ഷണം കഴിക്കാം. അടുത്ത ഒരു 90 ദിവസം നിങ്ങൾക്ക് എന്ത് കഴിക്കാൻ പറ്റുമെന്ന് ആലോചിക്കാനുള്ള ഒരു സമയമായിട്ട് ഇതിനെ നിങ്ങൾക്ക് എടുത്തൂടെ? 50,000 കൂടുതലാണ്. 10 ദിവസം കൊണ്ട് ക്യാൻ ചിക്കൻ മാത്രം കഴിച്ച ആളുകളെ പോലെ ഉണ്ട്.
ആകാശം കാണുമ്പോ തന്നെ എന്തൊരു ആശ്വാസം. അവർ 10 ദിവസമായിട്ട് ആകാശം കണ്ടിട്ടില്ലെന്നത് മറന്നുപോയി. ഇപ്പൊ എനിക്ക് സങ്കടം ഇത് തോന്നുന്നു. കഴിച്ചിട്ട് ഇനി വീണ്ടും മറ്റു ഭക്ഷണം കഴിക്കണമെന്ന് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. അവരിത് എടുക്കണോ അതോ വേണ്ടയോ എന്നുള്ള ആലോചനയിലാണ്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. അതെ, എനിക്കും വല്ലാത്തൊരു പ്രലോഭനമായി പോയി. Oh no. ഓക്കെ, തീരുമാനം പറയാനുള്ള സമയമായിരിക്കുന്നു. ഈ ചലഞ്ചിലുടനീളം ഇത് കിട്ടുന്നതിന് $50,000 കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അല്ല. ഞങ്ങൾ വേണമെന്ന് തീരുമാനിച്ചു. ശരിക്കും നിങ്ങൾ വേണ്ടെന്ന് പറയുമെന്ന് ഞാൻ കരുതിയതേയില്ല. No. 10 ദിവസങ്ങൾ കഴിഞ്ഞ് ഇനി അടുത്ത ഓഫർ. അപ്പോൾ എന്ത് പറയുമെന്ന് നോക്കാമല്ലോ. നിങ്ങൾ വേണമെന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചത്. അതൊരു രക്ഷയുമില്ലായിരുന്നു. ബൈ. അടുത്ത പ്രലോഭനം എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷയാണ് എനിക്ക്. അതെ അതെ, പക്ഷെ നമ്മൾ ഉറച്ചു നിന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അത് തന്നെ. ഷെഫ് പോയ സ്ഥിതിക്ക് സൂസിക്കും ബെയിലിക്കും അവരെടുത്ത തീരുമാനത്തിൽ കുറ്റബോധം തോന്നുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ബോൺ അപ്പറ്റൈറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ചെറിച്ചു പിടിച്ചാലേ താഴെ. അടുത്ത കുറച്ച് ദിവസം അവർക്ക് രണ്ടുപേർക്കും കുറച്ച് കഷ്ടപ്പാടായിരുന്നു. എഴുന്നേൽക്കുക, ഫുഡ് ഉണ്ടാക്കുക, തിരിച്ച് വീണ്ടും ഉറങ്ങാൻ പോവുക, ഇതൊക്കെയായിരുന്നു അവരുടെ മൊത്തം ദിനചര്യ. മാൻ, കൂടുതൽ സമയം ഇവിടെ കഴിയുന്നവരും എന്റെ വൃത്തികെട്ട ഒരു അമ്മയുടെ കൂടെ സമയം ചെലവഴിക്കുന്ന പോലെയുണ്ട്. എന്നെ പറ്റിയാണോ പറഞ്ഞത്? അവർ എത്ര തന്നെ നന്നായിട്ട് പരിചയപ്പെട്ടാലും അവർക്ക് പരിചിതമല്ലാത്ത മറ്റൊരു കാര്യം അവിടെ കത്തിക്കൊണ്ടിരുന്ന ലൈറ്റ് ആണ്. വല്ലാത്ത വെളിച്ചമാണ് ഇവിടെ. അത് കാരണമാണ് ഞാൻ ഈ ബാത്റൂമിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഇത് ഓഫ് ചെയ്യാവുന്നത് കൊണ്ട് എനിക്ക് ആശ്വാസമുണ്ട്. രാത്രിയായി കഴിഞ്ഞാൽ വെളിച്ചം കാരണം എന്റെ കണ്ണിൽ എന്തോ കുത്തി കയറുന്ന പോലെയാണ് ശരിക്കും എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. ഒട്ടും ഉറക്കം കിട്ടാത്ത സാഹചര്യത്തിൽ അവർക്കുള്ള 20 ദിവസത്തെ ഓഫർ എന്റെ അടുത്തുണ്ട്. ഇനി അതിന്റെ ടൈമാണ്. കൺഗ്രാറ്റ്സ്, നിങ്ങൾ 20% കംപ്ലീറ്റ് ചെയ്തു. രണ്ടുപേരും ഓഫറിന് റെഡിയാണോ? 20 ദിവസത്തെ ഓഫർ സിമ്പിൾ ആണ്. നിങ്ങളുടെ സമ്മാന തുകയിൽ നിന്ന് $50,000 തന്നാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നല്ലൊരു കിടക്ക വെച്ച് തരും. അതാണ് നിങ്ങൾക്കുള്ള ഓഫർ. കൂടാതെ ഇവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഈ ഐപാഡ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വെളിച്ചം ഓഫാക്കുന്നതിനും ഈ കിടക്കുകൾക്കും വേണ്ടി സമ്മാന തുകയിൽ നിന്ന് $50,000 ചെലവാക്കണമെന്ന് തീരുമാനിക്കാൻ 1 മണിക്കൂർ ഇനി അവർക്ക് ബാക്കിയുണ്ട്. ഞാൻ യെസ് പറഞ്ഞേക്കാം. ഈ ചലഞ്ച് തുടങ്ങിയതിനു ശേഷം സൂസി ഞാൻ ഇത്ര ഹാപ്പി ആയിട്ട് കണ്ടിട്ടേയില്ല. യെസ് പറഞ്ഞില്ലെങ്കിൽ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഓ ദൈവമേ, അവരെടുക്കും തോന്നുന്നു. ഇത് എടുക്കാമെന്ന് തോന്നുന്നു. 10% പൈസയല്ലേ ഉള്ളൂ. തീരുമാനമെടുക്കാനുള്ള സമയമായി. 1 മണിക്കൂർ കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കിട്ടും. പക്ഷേ ഇത് എടുത്തില്ലെങ്കിൽ അടുത്ത 80 ദിവസത്തേക്ക് നിങ്ങളുടെ അവസ്ഥ ഇതായിരിക്കും. അതുകൊണ്ട് ഈ കംഫർട്ടബിൾ ആയ ബെഡ് നിങ്ങൾക്ക് വേണം. നീ എന്ത് തീരുമാനിച്ചാലും ഞാൻ ഓക്കെയാണ്. 5, 4, ഓ എന്റെ ദൈവമേ. 3. എന്ത് വേണേലും പറഞ്ഞോ. യെസ് അറിയോ, യെസ് അറിയോ. എന്ത് തീരുമാനിച്ചു? നോ. ഓ ശരിക്കും? ഓക്കേ. ഓ അതെന്തായാലും ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. ചിലപ്പോ ഒരു തെറ്റായ തീരുമാനമായിരിക്കും. നിങ്ങൾ നോ പറഞ്ഞെന്ന് വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് വരാം. നിങ്ങളുടെ തീരുമാനത്തിൽ കുറ്റബോധം തോന്നാതിരിക്കട്ടെ. ബൈ. ബൈ. ശരിയായ തീരുമാനമായിരുന്നു. പക്ഷേ ആ നിമിഷത്തിൽ നീ ചാടി നോ പറയുമെന്ന് ഞാൻ കരുതിയില്ല. ഓ എനിക്ക് ചെറിയൊരു കുറ്റബോധം തോന്നുന്നുണ്ട് ഇപ്പോ. എനിക്കില്ല. നിന്റെ തീരുമാനമായിരുന്നു യഥാർത്ഥത്തിൽ ശരി. ഇന്ന് ഞാനൊരു കലണ്ടർ ഉണ്ടാക്കി. അതിൽ എന്റെ അമ്മയുടെ ബർത്ത്ഡേ എഴുതുമായിരുന്നു. അന്നത്തെ ദിവസം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വല്ലാതെ ബോറടിക്കുന്നുണ്ട്. ഞങ്ങൾ ബോറടിയുടെ ഏറ്റവും മുകളിലെത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എനിക്കൊന്നും ചെയ്യാനായിട്ട് തോന്നിയില്ല. ഞാനവിടെ വെറുതെ എന്തൊക്കെയോ നോക്കി ഇരിക്കുകയായിരുന്നു. ഈ പൈസ വെച്ച് നീ എന്ത് ചെയ്യും? എനിക്കൊരു വീടുണ്ട്. ഞാൻ മിക്കവാറും അതിൽ തന്നെ ചെലവാക്കും. ഓ അതുകൊണ്ടാണ് എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെ കടങ്ങൾ കൊടുത്തു തീർക്കണം. അതാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നം. അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് അവരുടെ റൂട്ടീൻ ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പുറം ലോകത്ത് നിന്നും അവർ എന്താണ് മിസ് ചെയ്യുന്നതെന്ന് ഞാൻ നോട്ട് ചെയ്തുകൊണ്ടിരുന്നു. 24ാമത്തെ ദിവസം അവരുടെ ഭക്ഷണത്തിൽ സീസണിംഗ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഓക്കെ, കുറച്ച് സീസണിംഗ് ഉണ്ടായിരുന്നു. സുഖമായി ഇവിടെ 100 ദിവസം നിൽക്കാമായിരുന്നു. അല്ലേ? 27ാമത്തെ ദിവസം സൂസിക്ക് കാപ്പി കുടിക്കണം തോന്നുന്നു. ഞാനൊരു വലിയ കോഫി ഫാൻ ആയിരുന്നു. പക്ഷേ ഇവിടെ വെള്ളം മാത്രമേ ഉള്ളൂ. 28ാം ദിവസമായപ്പോ ബെയിലിക്ക് എന്തെങ്കിലും ഒരു വിനോദം വേണമെന്നായി. അതിനുവേണ്ടിയുള്ള ഒരു അടിപൊളി പ്ലാൻ ഞാൻ 30ാം ദിവസം ആയപ്പോഴേക്കും ഉണ്ടാക്കി. 30ാമത്തെ ദിവസം അടുത്ത ഓഫറിന് സമയമായി. എങ്ങനെ പോകുന്നു? ഇന്നത്തെ ഓഫർ സിമ്പിൾ ആണ്. ഈ കാണുന്ന ഓരോന്നിനും $10,000 വെച്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫോൺ കോൾ മേടിക്കാം, അല്ലെങ്കിൽ ഹാരി പോട്ടർ കളക്ഷൻ, സ്വന്തം കോഫി മെഷീൻ, അല്ലെങ്കിൽ ഫുഡിലിടാൻ സീസണിംഗ്, അതും അല്ലെങ്കിൽ ഒരു മോണോപോളി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരെണ്ണം മേടിക്കാം.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ 5 മേടിക്കാം. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആലോചിക്കാൻ നിങ്ങൾക്ക് 10 മിനിറ്റ് ഉണ്ട്. ആലോചിച്ച് പറയൂ. എനിക്ക് ടെൻഷൻ ആകുന്നു. വലിയ തീരുമാനമാണിത്. കോഫി അത് നല്ലതായിരിക്കും അല്ലേ? പിന്നെ സീസണിങ് നല്ലതായിരിക്കും. ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുകയാണ്, ഇത് ഞാൻ ഉറപ്പായി മേടിക്കും. അതെനിക്ക് പ്രശ്നമല്ല. അങ്ങനെയാണോ? എല്ലാ ദിവസവും രാവിലെ കാപ്പി കിട്ടിയാൽ എത്ര നന്നായി. ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. സമയം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ മോണോപ്പൊളി മേടിക്കുന്നുണ്ടോ? ഇല്ല. ഉറപ്പായിട്ടും. അത് പോട്ടെ. സീസണിൽ മേടിക്കുന്നുണ്ടോ? കോഫി മേടിക്കുന്നുണ്ടോ? അതിൽ പഞ്ചസാര ക്രീമും ഉണ്ടോ? 3 സെക്കൻഡിനുള്ളിൽ പറഞ്ഞിട്ടുണ്ടാവും. യെസ്. ഓക്കെ. ഹാരി പോട്ടർ ബുക്സ് മേടിക്കുന്നുണ്ടോ? യെസ്. ഇനി ഫോൺ കോൾ വേണം. അങ്ങനെ ഒരു വിധത്തിൽ നിങ്ങളെ കൊണ്ട് 2 സാധനം മേടിപ്പിച്ചു. ഇപ്പൊ ഒരു ആശ്വാസമുണ്ട്. നിങ്ങളോട് കച്ചവടം നടത്തിയതിൽ സന്തോഷം. നിങ്ങളെ പൈസ എടുത്തതിന് നന്ദി. ലോകത്തിലെ ഏറ്റവും വില കൂടിയ കോഫി മേക്കർ. അങ്ങനെ 30 ദിവസം കഴിഞ്ഞു. പുതിയത് എന്തൊക്കെയോ കിട്ടി. നമ്മൾ ആഗ്രഹിച്ചത് കിട്ടി. അതിന്റെ ഡ്രസ്, ഇതിന്റെ ബുക്ക് ഷെൽഫ്. ഇനി 7 ദിവസം സുഖമായിട്ട് നിൽക്കാം. കയ്യിൽ ബാക്കി $4,800 ഉണ്ട്. അടിപൊളി. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ കാര്യമായിട്ടൊന്നും നടന്നില്ല. അവള് ഫുഡ് ഉണ്ടാക്കുവാണ്. കല്യാണം കഴിച്ച ഫീൽ. പക്ഷേ 34ാമത്തെ ദിവസം ഇടാലിയ ചുഴലിക്കാറ്റ് കാരണം റൂമിലെ കറണ്ട് മുഴുവൻ ഒന്ന് പോയി. അയ്യോ, ശരിക്കും? സത്യമായിട്ടും. അതുകൊണ്ട് ഞങ്ങളുടെ ക്യാമറ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് നേരെ 39ാമത്തെ ദിവസത്തിലേക്ക് പോവാം. അല്ല, എന്താണ് അവസ്ഥ? ഹലോ. ഹായ്. ഏയ്, കുറച്ച് കഷ്ടപ്പാടായിരുന്നു എനിക്കറിയാം. ഇത്രയും സമയം എടുത്തതിന് സോറി. ഒരു നിമിഷം. ഓ, അതാ വന്നല്ലോ. കുറച്ച് സമയം എടുത്തു. അത് നിങ്ങൾക്കിനി നിങ്ങളുടെ കോഫി മേക്കർ ഉപയോഗിക്കാം. ഫുഡ് ഉണ്ടാക്കാം, ചൂടുവെള്ളത്തിൽ കുളിക്കാം. അത് നന്നായി. അപ്പൊ ഒരു സർപ്രൈസുമായി നാളെ കാണാം. ഓ, എന്തായിരിക്കും അത്? കറണ്ട് വന്നു. നോക്ക് വെളിച്ചം. കുറച്ച് സന്തോഷമുണ്ട്. അങ്ങനെ വെളിച്ചം തിരിച്ചു വന്നു. ചൂടുള്ള ഫുഡും ഒരു ചൂട് കുളിയും കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടുത്തെ ജീവിതത്തിന് ഒരു രസമൊക്കെ വന്ന പോലെ. 40ാമത്തെ ദിവസമായി. ഞാൻ അകത്തേക്ക് വന്നോട്ടെ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് സമ്മാനമായി നൽകാൻ പോകുന്നത് ദേ ഈ TV ആണ്. അതും ഫ്രീ ആയിട്ട്. പക്ഷെ ഓരോ സിനിമ കാണുന്നതിനും $10,000 വെച്ചാണ്. തീരുമാനമെടുക്കാൻ 1 മണിക്കൂറുണ്ട്. ആലോചിക്കും. ഇത് എത്ര സിനിമ നോക്കി. നോളിനെ കുറിച്ചുള്ള ഈ ഡോക്യുമെന്ററി ഒന്ന് കാണാം. ഞങ്ങൾ സൂസിയെയും ബെയിലിയെയും സംസാരിക്കാൻ വിട്ടിട്ട് പുറത്തേക്ക് വന്നു. പക്ഷേ അവർക്ക് വലിയ താല്പര്യമില്ലെന്നാണ് തോന്നുന്നത്. എല്ലാം $10,000 ആയാലോ? ഉത്തരം ഇപ്പോൾ തന്നെ പറയാം. നിങ്ങൾ അകത്തോട്ട് വരുന്നതായിരിക്കും നല്ലത്. ഓക്കെ, എന്നെ കൊണ്ട് പറ്റുന്നത് ഒന്നെടുത്താൽ 1 ഫ്രീ മാത്രമാണ്. എന്നാ വേണ്ട. ഓക്കെ ഗ്യാങ്, അകത്തേക്ക് വരൂ. എന്നിട്ട് എല്ലാം എടുത്തോളൂ. ഇതെന്തായാലും ഞാൻ വേണ്ട. ഓ, ഹങ്കർ ഗെയിംസും വേണ്ട. അവർ നഷ്ടപ്പെടുത്തിയത് എന്താണെന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ ആ TV റൂമിൽ തന്നെ വെച്ചു. പക്ഷേ അവരെന്നെ ശരിക്കും തോൽപ്പിച്ചു കളഞ്ഞു. ആന്റിന്റെ വെറുതെ ഒരു മെറ്റൽ കഷ്ടമാണ്. ഭിത്തിയിലിരുന്ന് വയറ് പൊളിച്ച് കത്തി വെച്ച് ഇത് തന്നെ തുറന്ന് നേരെ ആന്റിന്റെ കത്തുന്ന തലത്തേക്ക് കയറ്റിയാൽ മതി. ഇനി ഇത് വർക്കാകുമോ എന്ന് നോക്കാം. എന്തെങ്കിലും മതി. ഒരു ചാനലെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഓ, എന്താ? ഇതിൽ 7 ഡിജിറ്റൽ ചാനൽ ഉണ്ടെന്ന് കാണിക്കുന്നു. ഓ, അടിപൊളി. ഇത് ശരിക്കും വർക്കായി. നോക്ക്, ഞാൻ ശരിക്കും വിറയ്ക്കുന്നു. ടിവിയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ആദ്യം കിട്ടുന്നത് കാർ റേസ് ആണ്. അത്ര ഇഷ്ടമായിരുന്നില്ല. അവൻ രണ്ടാമതെത്തി. പക്ഷെ ഇന്ന് പെട്ടെന്ന് ഞങ്ങൾ കാർ റേസ് ഫാൻസ് ആയി. ഇനി സമയം എന്തായാലും വേഗം പോയിക്കോളൂ. സൂസി പറഞ്ഞത് ശരിയുമായിരുന്നു. അടുത്ത 6 ദിവസത്തേക്ക് അവർ അത് മാത്രമാണ് ചെയ്തത്. ടിവി ഉള്ളത് കൊണ്ട് ഒരുപാട് ആശ്വാസമുണ്ട്. ഒരു നോർമൽ ജീവിതത്തിലേക്ക് വന്ന പോലെ. എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് നാളെ. കൂടെ സമയം ചെലവഴിക്കാൻ പറ്റിയില്ലെങ്കിലും അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയ സമ്മാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പുറത്തു പോയൊന്നും മേടിച്ചില്ലെങ്കിലും സത്യത്തിൽ കുറച്ച് പൈസ ചെലവാക്കി തന്നെയാണ് ഇത് ചെയ്യുന്നത്. നാളെ 50ാമത്തെ ദിവസമാണ്. ഞാൻ അതുകൊണ്ട് ടോയ്ലറ്റ് പേപ്പർ വെച്ച് ഈ ഒരു മുഴുവൻ തോരണം ഉണ്ടാക്കി അലങ്കരിക്കാൻ പോവുകയാണ്. 50ാമത്തെ ദിവസമായി. ഓഹേ, എന്റെ ഇന്നത്തെ സർപ്രൈസ് എന്തായിരിക്കും? ഒരു പിടിയില്ല. ഇന്നത്തേത് വലിയ ഒരെണ്ണമാണ്. 50ാമത്തെ ദിവസത്തെ നിങ്ങളുടെ ഓഫർ $20,000 നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ കാണാൻ പറ്റും. അവർ അപ്പുറത്തെ റൂമിൽ നിന്ന് ഇത് കാണുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് അവർക്ക് കേൾക്കുകയും ചെയ്യാം. ഓഫർ എടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് വരാം. ഗുഡ് ലക്ക്. 10 മിനിറ്റ്. എളുപ്പമുള്ള തീരുമാനമാണ് എന്ന് തോന്നുന്നു. ഓ, എനിക്കറിയില്ല. ഈ ചലഞ്ച് തീരുന്നതിന് മുമ്പ് അവരെ കാണാനുള്ള ഒരു അവസരമായിരിക്കും ഇത്. എത്രമാത്രം ചിന്തിക്കാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചിന്തിക്കണം $20,000 കളയണമെന്ന്. പിന്നെ എനിക്ക് അവനത് വേണം, അവൾക്ക് വേണ്ട. ഞാൻ എന്ത് ചെയ്യണം?
ഓക്കെ, എന്തായി തീരുമാനിച്ചിട്ട് എന്താ ചെയ്യുന്നത്? ഇവൻ ആദ്യം മുതലേ യെസ് തന്നെയാണ്. പറഞ്ഞ നിമിഷം മുതൽ 10 സെക്കൻഡ് ബാക്കിയുണ്ട്. ഇന്നെന്റെ അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് യെസ് വേണം. $20,000 വന്നിട്ട് അവർ പോയി കണ്ടോളൂ. ഏറ്റവും നന്നായി ചെലവാക്കിയ ഡോളർ. ഓക്കെ, അവർ പൈസ തന്നു കഴിഞ്ഞു. അകത്തേക്ക് വരൂ. ഞാൻ ഭയങ്കര ആവേശത്തിലാണ്. മോളെ, വലിയ പ്രയാസമുള്ള തീരുമാനമാണ്. ഞാനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഞങ്ങൾ ഒരു കേക്ക് അവർ അടുത്തത് കഴിച്ച് ഏറ്റവും ടേസ്റ്റുള്ള ഫുഡ് ഇതായിരിക്കും. നിങ്ങളുടെ കൂടെയുള്ളപ്പോ മനസ്സിലാകാത്ത ചില കാര്യങ്ങളാണ് ശരിക്കും പ്രധാനപ്പെട്ടത്. ബൈ, ലവ് യു. അതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ അനുഭവം. ഏറ്റവും സന്തോഷം തരുന്നത് ഇനി വീണ്ടും തിരിച്ച് ഒറ്റയ്ക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ റൂമിലിരുന്ന് സംസാരിക്കുന്നത് വെച്ചിട്ടാണ് ഞങ്ങൾ ഓരോ ഓഫറുകൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂസി ഒരു ദിവസം ഈ കാര്യം പറഞ്ഞപ്പോൾ ഇനി ഞാൻ യെസ് പറയണമെങ്കിൽ അവർ ഒരു ടെസ്ല കാറെങ്കിലും കൊണ്ടുവരണം. 60ാമത്തെ ദിവസം അവർക്ക് എന്ത് കൊടുത്ത് ഞെട്ടിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എന്തൊക്കെയുണ്ട്? ഹായ്. ആദ്യം വന്ന കാര്യം, ഞാൻ നിങ്ങൾക്കൊരു മിസ്റ്ററി ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. $50,000 കൊടുത്ത് നിങ്ങൾക്ക് ഈ ബോക്സിന്റെ അകത്തുള്ളത് എന്താണെന്ന് അറിഞ്ഞിട്ട് അത് സ്വന്തമാക്കണമെന്നുണ്ടോ? ഇത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷമായിരിക്കുമോ അതോ മോശമായിരിക്കുമോ? 1 മണിക്കൂറുണ്ട് പറയാൻ. ഞങ്ങൾ ആലോചിക്കട്ടെ. 59 മിനിറ്റ് ബാക്കി. യെസ് പറഞ്ഞാലോ? ഒരുപക്ഷേ ചിലപ്പോ നല്ലതായിരിക്കും. നോ പറഞ്ഞിട്ട് എന്തെങ്കിലും അടിപൊളി സാധനമാണ് ഉള്ളതെങ്കിൽ വല്ല കാറും അങ്ങനെയായിരിക്കും. ചിലപ്പോൾ ആയിരിക്കാം. കാറിന്റെ കീ ആയിരിക്കും ഉള്ളിലെങ്കിൽ. നമ്മൾ ചെലവാക്കുന്നതിന് അത്ര വില ഒരുപക്ഷെ ഇതിനില്ലെങ്കിലും ശരിയാണ്, അതിന്റെ 3 മിനിറ്റ് ഉണ്ട്. ഞാൻ അത്ര കോൺഫിഡന്റ് അല്ല ഈ കാര്യത്തിൽ. എന്നാ പറയാം. നിനക്ക് ഉറപ്പാണ്? അതെ, നിനക്ക് ഉറപ്പില്ലെങ്കിൽ വേണ്ട. അവർ ഒരു കാറൊന്നും കൊണ്ടുവരുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. ചിലപ്പോ വരും. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് നോ പറയാം. നിൽക്ക്, ആദ്യത്തെ യെസ് പറയാൻ തോന്നുന്നു. അപ്പോ സമയമായി. ഓക്കെ, $50,000 കൊടുത്ത് ഇതിനകത്ത് എന്താണുള്ളതെന്ന് അറിഞ്ഞിട്ട് അത് നിങ്ങൾക്ക് വേണോ? Yes or no? നോ. ശരിക്കും എന്താ നിന്റെ തീരുമാനം? ഞാനും നോ തന്നെ. അതെയോ? അതെ. നിങ്ങൾ ഇത് എടുക്കുന്നില്ലെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തുറന്നു നോക്കിയാലോ? ഇതിനകത്ത് ഇപ്പോ $50,000 ഉണ്ട്. നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയെന്നെ. ഇനി ഈ പൈസ ഒന്ന് പൊക്കി നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇത് നിനക്കുള്ള ടെസ്ലയുടെ കീ ആയിരുന്നു. ഈ ടെസ്ലയുടെ കീ നിന്റേതുമായിരുന്നു. എന്നോട് ക്ഷമിക്കണം. അവർ ചെലവാക്കിയ പൈസ തിരിച്ചു കിട്ടിയതിനെ കൂടാതെ ഫ്രീ ആയിട്ട് 2 ടെസ്ല കാറുകളും. ഓ, എനിക്ക് കരയാൻ തോന്നുന്നു. നമുക്ക് ഇതാക്കാം. അതെന്റെ സ്വപ്നമായിരുന്നു. എന്നാ ഞങ്ങൾ പോട്ടെ. ആ ബീഫോടെ വെച്ചേക്കും. താങ്ക് യു. ബൈ. ഒറ്റുപോയ പോലെ. വല്ലാത്തതായിരുന്നു. ബെയ്ലി, നമുക്ക് ടെസ്ല കിട്ടേണ്ടതായിരുന്നു. തീരുമാനം തെറ്റിപ്പോയെന്ന് തോന്നുന്നു. ഈ കുറ്റബോധം എനിക്ക് ഒരിക്കലും പോവില്ല. ഉറപ്പായി. ഇതൊരു സ്വപ്നമാണ്. എനിക്ക് എന്റെ കാർ ഇഷ്ടമാണ്. അതാ ഞാൻ പറഞ്ഞു. ഇന്നലത്തെ ഓഫർ നിരസിച്ചതിന്റെ സങ്കടം കാരണം അടുത്ത 9 ദിവസം മുഴുവനും സൂസി പറഞ്ഞുകൊണ്ടിരുന്നത് ഇതേ കാര്യത്തെ പറ്റി തന്നെയാണ്. എല്ലാം നല്ലതിന് മാത്രമായിട്ട് കാണാൻ എനിക്കിപ്പോ പറ്റുന്നില്ല. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നു തോന്നുന്നില്ല. എനിക്കെന്തോ ഒട്ടും വയ്യാതെ ആകുന്ന പോലെയൊക്കെ തോന്നുന്നു. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. സൂക്ഷിച്ച് സഹിക്കാൻ പറ്റുന്നില്ല. അതിനു പകരമായി ഇതുവരെ ഉള്ളതിലെ ഏറ്റവും അടിപൊളി ഓഫർ ആയിരിക്കും ഞാൻ ഇനി കൊടുക്കാൻ പോകുന്നത്. 70ാമത്തെ ദിവസം ഇതൊരു വലിയ ദിവസമാണ്. ഞാനിത് പറയാൻ കാരണം 80ാം ദിവസം നിങ്ങൾ പറയും ഇനി ഒരു 20 ദിവസം കൂടിയല്ലേ ഉള്ളൂ എന്ന്. അതുപോലെ 90ാമത്തെ ദിവസം വിചാരിക്കും ഇനി എന്തിന് പൈസ കളയണം, വെറും 10 ദിവസം കൂടിയല്ലേ ഉള്ളൂ എന്ന്. ഞാൻ എന്നാ ഭാഗം തുറക്കും. നിങ്ങൾ ഒരിക്കലും വേണ്ടെന്ന് വെക്കില്ല. കാരണം നിങ്ങൾ എപ്പോഴൊക്കെ ഞങ്ങളോട് നോ പറഞ്ഞല്ലോ ആ സമയത്ത് ഞങ്ങൾ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ഇപ്പോഴും ഉണ്ട്. ഇനി ഞാൻ ഇതിനൊരു വില പറയുന്നതിന് മുൻപ് തന്നെ ഇതൊക്കെ ഇവിടെ നിന്ന് മാറ്റി വെക്കട്ടെ. ഞാൻ അവർക്ക് എസ് പറയാൻ എളുപ്പമാക്കി കൊടുക്കുവാണ്. നോളൻ ക്രിസ് അത് ടിവിയുടെ അകത്ത് വെക്കും. എനിക്ക് നോളനെ ചൊറിഞ്ഞോണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്. എന്നാലും അവനൊരു മണ്ടനാണ്. അതാണ് ബെഡ്. നിങ്ങൾ നോ പറഞ്ഞ ഇതൊക്കെ ഞങ്ങൾ തിരിച്ചിടേണ്ടതായിട്ട് വരും. എന്നാ നല്ലൊരു ഓഫർ തന്നെ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടാൻ പോകുന്നത് $30,000 2 ബെഡുകൾ, ഒരു പുതിയ മിസ്റ്ററി ബോക്സ്. ഇതിനകത്ത് പക്ഷേ $50,000 അല്ല, വേറൊരു സാധനമാണ് കേട്ടോ. $25,000 തോന്നുന്നു. ഓരോ ഫോൺ കോൾ വീതം, സീസണിംഗ്, മോണോപ്പൊളി, വാൾമാർട്ട് സിനിമയുടെ ലിസ്റ്റിലെ സിനിമകൾ. ഇനി അവസാനമായിട്ട് നിങ്ങൾ എന്നോട് നോ പറഞ്ഞ ആ കുക്ക്. ഇത് എത്ര നല്ലതാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഇതാ കുറച്ച് ചിക്കൻ ആൽഫ്രെഡോ. കാണാൻ തന്നെ എന്ത് രസം. ഇനി ഇതിന് എത്രയാകുമെന്ന് കണ്ടുപിടിക്കാം. ഈ കട്ടന്റെ പുറകിൽ ഞാൻ തുക എഴുതിയിട്ടുണ്ട്. ഈ തുകയേക്കാൾ വലിയ തുക നിങ്ങൾ പറഞ്ഞാൽ ചാലഞ്ചിന്റെ അവസാനം വരെ ഇത് മുഴുവൻ നിങ്ങളുടേതാണ്. പക്ഷേ $1 കുറച്ച് പറഞ്ഞാൽ ഒന്നും കിട്ടില്ല. എത്ര പറയണമെന്ന് ആലോചിക്കാൻ നിങ്ങൾക്ക് 1 മണിക്കൂർ സമയമുണ്ട്. നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാൻ മതി. അത് വളരെ കുറഞ്ഞൊരു തുകയായിട്ട് നമ്മളെ കൊണ്ട് 15,000 പറയിപ്പിച്ചാലോ? നമുക്ക് $70,000 പറഞ്ഞ
അത് വളരെ കുറഞ്ഞു പോകും. അവർ $1,00,000 ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കുറച്ച് ഇറക്കി പറയാം. ഇതൊക്കെ പോയാലും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ശരിയാണ്, പക്ഷേ ഒന്നും കിട്ടാതെ ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യണമെന്ന് അവർ ആലോചിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഷോപ്പ് ആപ്പിനെ കുറിച്ച് പറയാനുണ്ട്. നിങ്ങളുടെ ഫോണിൽ നിന്ന് ഷോപ്പ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഫ്രീ ആയിട്ടുള്ള വഴിയാണ് ഷോപ്പ് ആപ്പ്. നിങ്ങളുടെ താല്പര്യങ്ങൾ എന്താണെന്ന് നോക്കി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്ട്സ് റെക്കമെൻഡ് ചെയ്യും. ഇതാണ് വൈൽഡ് കാർഡ്. കിടക്ക എന്താണെന്നും സിനിമ എന്താണെന്നും നമുക്കറിയാം. ഇതെന്താണെന്നൊരു പിടിയില്ല. എനിക്ക് എന്തോ ഈ ബോക്സ് വേണമെന്ന് തോന്നുന്നു. ഒരു മൂന്നാമത്തെ മത്സരാർത്ഥിയായിരിക്കും. എന്നിട്ട് വാങ്ങാൻ റെഡിയാകുമ്പോൾ ഷോപ്പേ വഴി എളുപ്പത്തിൽ ചെക്കൗട്ടും ചെയ്യാം. നമുക്ക് ചെയ്യാം. $80,191. കാരണം ഇതിപ്പോ 70ാമത്തെ ദിവസമാണ്. $70,000 താഴെ നീ പോകണ്ട. പറയുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ തീരുമാനം കാരണം ഇതൊന്നും കിട്ടാതെ പോയാൽ എനിക്ക് ആ സങ്കടം സഹിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഭയങ്കര വിഷമമാവും. കൂടാതെ ഷോപ്പ് ആപ്പ് നിങ്ങളുടെ എല്ലാ പാക്കേജും ട്രാക്ക് ചെയ്ത് കൃത്യമായി ഏത് സമയത്ത് എത്തിച്ചേരും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. $1,101. ഓക്കെ, ഇതത്ര കുഴപ്പമുണ്ടാവില്ല. എന്നാൽ മറക്കട്ടെ, കിട്ടിയാൽ മതിയായിരുന്നു. ലക്ഷക്കണക്കിന് പ്രോഡക്ട്സിൽ നിന്ന് ഈ അവധിക്കാലത്തെ ഏറ്റവും നല്ല സമ്മാനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് സഹായിക്കാൻ ഷോപ്പ് ആപ്പിന്റെ AI അസിസ്റ്റന്റ് നിങ്ങളെ സഹായിക്കും. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സമയം കഴിഞ്ഞിരിക്കുന്നു. എത്രയാണ് തുക കാണട്ടെ ഞാൻ. അതിനു മുൻപ് ഇതുവരെ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഷോപ്പ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, നല്ല അടിപൊളി ആപ്പാണ്. വേഗം ഡൗൺലോഡ് ചെയ്യേ. ഓക്കെ, എത്രയാ നിങ്ങൾ പറയുന്നത്? $1 എങ്കിലും കുറവാണെങ്കിൽ ഒന്നും കിട്ടില്ല കേട്ടോ. $10,101. ചാനലർ അത് കാണിക്കൂ. 69. $30,000 കൂടുതൽ തന്നിരിക്കുന്നു. അതെനിക്ക് പ്രശ്നമില്ല. ഇതൊരു സന്തോഷം തോന്നുന്ന നിമിഷം. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പോ. ഞാൻ പറഞ്ഞതുപോലെ ഈ മിസ്റ്ററി ബോക്സ് വളരെ വ്യത്യസ്തമാണ്. ഇതിലിപ്പോൾ 2 കുഞ്ഞു ടെക്സ്റ്റ് കൂടിയുണ്ട്. എനിക്കിഷ്ടമായി. ഈ അവധിക്കാലത്ത് ആയിരക്കണക്കിന് ആളുകളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ ഞാൻ ഷോപ്പ് ആപ്പിന്റെ കൂടെ സഹകരിക്കുന്നുണ്ട്. വീഡിയോയുടെ അവസാനം ഞാൻ വിശദമായിട്ട് പറയാം. നമ്മുടെ റൂം ആകെ മൊത്തത്തിൽ മാറിയല്ലേ ഇപ്പോ. ഒരു സ്വപ്നം പോലെയുണ്ട്. ഇനി ചെയ്യാൻ നമുക്ക് ഒരുപാടുണ്ട്. ഒരു വെക്കേഷൻ പോലെ. ഇത് വെറുതെ ആവില്ല, ഉറപ്പ്. ചിലവാക്കിയ പൈസക്ക് ഇത് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചലഞ്ച് കഴിയാറായി എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ഒരാൾക്ക് ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെടും. ഞാൻ പറയുന്നത് എന്താണെന്ന് 99 ദിവസം മനസ്സിലാവും. ഓ ദൈവമേ, ഇതൊരു രക്ഷയില്ല. നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ കിട്ടിയത് കൊണ്ട് അവർ ഭയങ്കര സന്തോഷത്തിലായിരിക്കുമെന്ന്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ അതിന് വിപരീതമായിട്ടുള്ളത് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. പുറത്തായിരിക്കുമ്പോൾ ഞാൻ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് ചൂടുവെള്ളത്തിലുള്ള കുളി. പക്ഷേ ഇവിടെ ചൂടുവെള്ളം വളരെ പെട്ടെന്ന് തീർന്നു പോകും. പക്ഷേ വേറൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ബെന്നി എപ്പോഴും എനിക്ക് മുന്നിൽ കുളിക്കും. അതുകൊണ്ട് കഴിഞ്ഞ കുറെ മാസമായിട്ട് പലപ്പോഴും ഞാൻ തണുത്ത വെള്ളത്തിലാണ് കുളിക്കുന്നത്. സൂസിക്ക് കളിക്കാൻ വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ 7 ദിവസമായിട്ട് ഞങ്ങൾ ഒരേ മോണോപോളി ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഒരു 3 ദിവസം എടുത്ത് നമ്മളെ കൊണ്ട് പറ്റുന്നത്ര സിനിമ കണ്ടു തീർത്താലോ? ഒന്നുകിൽ എല്ലാ സമയവും വായിക്കും, അല്ലെങ്കിൽ സിനിമ. ഒരു മൂവി മാരത്തോൺ നടത്തിയാലോ നമുക്ക്? എപ്പോഴെങ്കിലും ഗെയിം തീർത്താലോ എന്ന് ചോദിച്ചാൽ അപ്പോൾ അവൾ അതെ അതെ എന്ന് പറയും. പക്ഷേ ആ ഗെയിം ഒരിക്കലും തീരാറില്ല. കുറച്ചു കഴിഞ്ഞ് നോട്ട്ബുക്ക് സിനിമ കണ്ടാലോ? വേണ്ട, എനിക്കൊന്നും കാണണമെന്നില്ല. കഴിഞ്ഞ 25 മിനിറ്റായിട്ട് ഞാനൊരു സിനിമ കണ്ടുപിടിക്കാൻ കഷ്ടപ്പെടുവാണ്. നീ എവിടെ പോകുവാണെന്നാ പറഞ്ഞത് സൂസി? കുളിക്കാൻ? സോറി. എപ്പോഴും ഇവൾ ഇങ്ങനെയാണ് ചെയ്യാറ്. ബെയ്ലി കുറച്ച് വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്. എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെയാണ്. ഒട്ടും താഴാതെ മൊത്തം ഉഷാറായിട്ട് വേറെ എവിടെയും പോകാനില്ലാത്തത് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കേണ്ടി വന്നത്. നമുക്കൊരു പാർട്ടി നടത്തിയാലോ? ബെയ്ലി രാവിലെ 3 മണിയായി. പക്ഷേ ചില സമയത്ത് പാർട്ടി വേണം. ഓ, എന്നെ ഇവിടുന്ന് രക്ഷിക്കണേ. നിന്നെ സഹിക്കാൻ പറ്റില്ല. മോണോപോളി കളിക്കാൻ വരുന്നു നീ? ഇല്ല. ടൈസ് എവിടെയാ? അത് ഞാൻ നീ എപ്പോഴും കളിക്കാൻ വിളിക്കുന്നതുകൊണ്ട് അതെടുത്ത് ഒളിപ്പിച്ചു വെച്ചു. അത് കണ്ടില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. നിന്റെ കാലിൽ എന്ത് നീളമാണ്. നോ, അങ്ങനെയൊന്നും ചെയ്യില്ലേ. എന്റെ പട്ടികൾ കുരച്ചു തുടങ്ങി. എന്നെ ഒന്ന് രക്ഷിക്കണേ. എനിക്ക് ഇവിടുന്ന് പോകണം. പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവസാനിക്കാനായതുകൊണ്ട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദിവസങ്ങൾ തുടങ്ങി. 4 ദിവസം കൂടി. 3. ഇപ്പോ ബെയിലാണെങ്കിൽ ഇങ്ങോട്ട് എത്രയും പെട്ടെന്ന് പുറത്തു കിടക്കാൻ നോക്കിയിരിക്കുവാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയില്ലായിരുന്നു. ഓക്കെ, 99ാമത്തെ ദിവസമായിരിക്കുന്നു. എനിക്കിത് ശരിക്കും പറഞ്ഞാൽ 1 വർഷമായ പോലെ തോന്നുവാണ്. അപ്പൊ പിന്നെ അവരുടെ അവസ്ഥ എന്തായിരിക്കും ഞാൻ പറയണ്ടല്ലോ. ഒരു തവണ കൂടി ഞാൻ പല്ല് തേച്ചാൽ മതി. ജീവിതത്തിൽ ഇനി 24 മണിക്കൂറുകൾ മാത്രം. ഇത്രയും കൂടി. അതെ, നിങ്ങൾ രണ്ടുപേരും ഈ ചലഞ്ചിലേക്ക് വന്നപ്പോൾ ഇരുന്നത് ഇങ്ങനെയാണ്. ഇതായിരുന്നു നിങ്ങൾ. ഓ എന്റെ ദൈവമേ. ഇങ്ങനെയായിരുന്നു ഞങ്ങൾ.
ഞാനത് ചെറുതാണെന്ന് നോക്കിയതല്ലേ. കടന്നു വരും സുഹൃത്തുക്കളെ, അതെല്ലാം ആ വാതിലിന്റെ അവിടെ വെച്ചത്. വല്ലാത്ത ആവേശം. നിങ്ങൾക്ക് ഇനിയും ഈ ചലഞ്ച് പൂർത്തിയാക്കുവാൻ 24 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞത് മറന്നു പോകണ്ട. നാളെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പേടി തോന്നുന്നു. ഇത് കഴിഞ്ഞാൽ അവർ സുഹൃത്തുക്കളായിരിക്കും. നാളെ അവർ നമ്മളോട് പറയുന്ന ഉത്തരം പോലിരിക്കും. ഒന്നെങ്കിൽ ഇരട്ടി അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നും പറയുന്നില്ലല്ലോ. അതെ, അങ്ങനെ നമ്മുടെ അവസാനത്തെ രാത്രി അവസാനിക്കാറായ സ്ഥിതിക്ക് അവരുടെ പൈസ ഇരട്ടിയാക്കാനുള്ള അവസരം കൊടുക്കാനുള്ള സമയമായിരിക്കുന്നു. എല്ലാവരും വരൂ. എന്ത് ഒച്ചപ്പാടാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? എനിക്കറിയില്ല, ഓ my God. ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു തന്നേനെ. അവരെല്ലാം പുറത്തു കൊണ്ടുപോകാനല്ലോ. ഇതെന്താണെന്ന് അറിയോ? ആദ്യ ദിവസം ഞങ്ങളെ കെട്ടിയ കെട്ട് വേഗം മനസ്സിലാക്കിയല്ലോ. ഇന്നലെ നടന്നതുപോലെ. നിങ്ങൾ രണ്ടുപേരും ഇതൊന്ന് ഒന്നുകൂടെ കെട്ടുമോ? അവർക്ക് അവരുടെ പൈസ ഇരട്ടിയാക്കണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓ ദൈവം, എന്റെ നെഞ്ചിടിച്ച്